മകളെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്ലസ് ടുവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ചെറിയൊരു ചാപ്റ്ററിനെ കുറിച്ചാണ്. ഇത് നമുക്ക് നന്നായിട്ട് മാർക്ക് തരും, പക്ഷെ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. അതിലെ ഒരു 10-30 ക്വസ്റ്റ്യൻസിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. നിങ്ങൾ എല്ലാവരും ഏറ്റവും നന്നായിട്ട് പ്ലസ് ടുവിൽ പഠിച്ചിരിക്കുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, അല്ലേ? റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചാപ്റ്റർ, അതായത് പഠിക്കാനും എളുപ്പമാണ്. ഈ സെഷനിൽ നിന്നാണെങ്കിലും നമുക്ക് എൻട്രൻസ് എക്സാമിന് 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ ചോദിക്കും. സിമ്പിൾ ആയിരിക്കും, എല്ലാവർക്കും എഴുതാൻ പറ്റുന്നതായിരിക്കും ഈ ഒരു സെഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ. അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലേക്ക് ഒന്ന് പോയി നോക്കാം. പൊതുവെ നമുക്ക് സോളജി ഒക്കെ എളുപ്പം തന്നെയാണ്, നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അപ്പൊ മക്കളെ നമുക്ക് നോക്കാം, അല്ലെ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ നിന്നുള്ള കുറെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ആ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഏതൊക്കെ ക്വസ്റ്റ്യൻസും ആണ്. ഞാൻ ഇതിനൊക്കെ മുന്നേ ഒരൊറ്റ കാര്യം പറയട്ടെ. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ, ഇതിലാകെ ഒരു 5-6 ടോപ്പിക്സ് മാത്രമേ പഠിക്കാനുള്ളൂ. ഒന്നാമത്തത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, അതിന്റെ പ്രോബ്ലംസിനെ കുറിച്ചും അതിന്റെ സ്ട്രാറ്റജീസിനെ കുറിച്ചും. അത് കഴിഞ്ഞാൽ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ആൻഡ് ബർത്ത് കൺട്രോൾ, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ആൻഡ് ബർത്ത് കൺട്രോൾ ഈ കാര്യം കഴിഞ്ഞാൽ പിന്നെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ഗർഭനിരോധന മാർഗങ്ങളെ. അത് കഴിഞ്ഞാൽ MTP, MTP എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, ഇൻഡ്യൂസ്ഡ് അബോർഷൻ എന്നൊക്കെ പറയും ഈ കാര്യം. അത് കഴിഞ്ഞാൽ പിന്നീട് STD, STD എന്ന് പറഞ്ഞാൽ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, STD. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റി, എന്തോന്നാ ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത എന്ന് കേട്ടിട്ടില്ലേ? ഇത്രയും കാര്യങ്ങളെ കുറിച്ച് നമുക്കൂടെ പഠിക്കാം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാവേ. ഞാൻ ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ എടുക്കാം. ഇൻഫെർട്ടിലിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻ ആയത് നിങ്ങൾ നോക്കിയേ. വാട്ട് ഈസ് ഫോഴ്സ് ഓഫ് ഗിഫ്റ്റ്? ഗിഫ്റ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗാമീറ്റ്, ഇൻട്രാ, ഫലോപ്പിയൻ, ട്രാൻസ്ഫർ. ഇതിനെ കുറിച്ച് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? നമുക്ക് നോക്കാവേ. ഒന്നാമത്തത് ഇറ്റ് ഈസ് ഗാമീറ്റ്, ഇൻട്രാ, ഫലോപ്പിയൻ, ട്രാൻസ്ഫർ. നമുക്കറിയാലോ, ശരിയാണ്. ഗിഫ്റ്റിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് ഗാമീറ്റ്, ഇൻട്രാ, ഫലോപ്പിയൻ, ട്രാൻസ്ഫർ. സോ അത് ശരിയാണ്. അപ്പൊ അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കാം. Ovum from a donor is transferred into the oviduct of the recipient. ഓക്കെ, ഒരു ഡോണർ അവർക്ക് ഓവം കൊടുക്കും, അത് നമ്മൾ എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ഒവിഡക്ട് ഓഫ് ദി റെസിപ്പിയന്റ്. ആരാണോ റിസീവ് ചെയ്യുന്ന ആൾ. ഇപ്പൊ ഒരാൾക്ക് ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഒരു ഡോണർ ഫീമെയിലിന്റെ അടുത്ത് ഓവം കൊടുക്കുക. ഓക്കെ, അതാണ് കാര്യം. അങ്ങനെയാണെങ്കിൽ ഇത് റൈറ്റ് ആൻസർ ആണ്. ഓവം ഫ്രം എ ഡോണർ ഈസ് ട്രാൻസ്ഫേർഡ് ഇൻടു ദി ഒവിഡക്ട് ഓഫ് ദി റെസിപ്പിയന്റ്. ഓക്കെ, ഇതും ശരിയാണ്. ഗ്യാമേറ്റ്, അതിന്റെ പേര് തന്നെ ഗ്യാമേറ്റ്, ഇൻട്രാ, ഫലോപ്പിയൻ, ട്രാൻസ്ഫർ. ഗ്യാമേറ്റിലെ നമ്മൾ പറയുന്ന ഓവം എന്ന് പറയുന്നത് ഫലോപ്പിയൻ ട്യൂബിനുള്ളിലേക്ക്, മീൻസ് ഒവിഡക്റ്റിനുള്ളിലേക്ക് നമ്മൾ കൊടുക്കുക. ഓക്കെ, ഒരാളെടുത്ത് റിസീവ് ചെയ്തു, അത് നേരെ നമ്മൾ റെസിപ്പിയന്റിലേക്ക് കൊടുക്കുക. ഒരു ഡോണറിന് കിട്ടുന്ന ഓവം റെസിപ്പിയന്റിലേക്ക് നമ്മൾ കൊടുക്കുക. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാവേ. സൈഗോട്ട് ഫ്രം എ ഡോണർ ഈസ് ട്രാൻസ്ഫേർഡ് ഇൻടു ദി ഒവിഡക്ട് ഓഫ് ദി റെസിപ്പിയന്റ്. സൈഗോട്ട് അല്ല കൊടുക്കുന്നത്, നമ്മൾ ആദ്യം സ്പേം എടുത്ത് ഓവം എടുത്ത് ഫെർട്ടിലൈസേഷൻ നടത്തിയിട്ട് അങ്ങനെ കൊടുക്കലല്ല, ഡയറക്റ്റ് നമ്മൾ ഗ്യാമേറ്റിനെ തന്നെ കൊടുക്കുക. സോ ഒരിക്കലും സൈഗോട്ട് അല്ല. സോ ഇത് റോങ് ആണ്, അല്ലെ? നമ്മളോട് സൂചിക്കുന്ന ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് കൂടെ നോക്കാവേ. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ദി റെസിപ്പിയന്റ് കനോട്ട് പ്രൊഡ്യൂസ് ഓവം. ഓക്കെ, നമ്മൾ റെസിപ്പിയന്റ് ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത കേസിലാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ ഇതും റൈറ്റ് ആൻസർ ആണ്. അപ്പൊ മക്കളെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിൽ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വാട്ട് ഈസ് ഫോൾസ് ഓഫ് ഗിഫ്റ്റ്? ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞു സൈഗോട്ട് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. റെഡി? ഓക്കെ, റെഡി. നിങ്ങൾ നല്ല കുട്ടികളായിട്ട് ശ്രദ്ധിച്ചേ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. കോപ്പർ റിലീസ്ഡ് ബൈ കോപ്പർ ടി, കോപ്പർ റിലീസ്ഡ് ബൈ കോപ്പർ ടി പ്ലേസ് എ റോൾ ഇൻ. നമുക്കറിയാം കോപ്പർ ടി, കോപ്പർ 7, മൾട്ടിലൂട്ട് 375. ഇതൊക്കെ ആരാ? ഇവരൊക്കെ കോപ്പർ റിലീസിംഗ് അയൂടെയാണ്. ആരൊക്കെ? കോപ്പർ ടി ഉണ്ട്, കോപ്പർ 7 ഉണ്ട്, മൾട്ടിലൂട്ട് 375. ഇവർ കോപ്പർ അയോൺസ് റിലീസ് ചെയ്യും. കോപ്പർ റിലീസ്ഡ് ബൈ കോപ്പർ ടി പ്ലേസ് എ റോൾ ഇൻ. ഇവർ എന്തിലാണ് ഇവർക്ക് റോൾ ഉള്ളതെന്ന് ചോദിച്ചേക്കുന്നത്. ഇൻക്രീസിംഗ് ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പേം. ഓക്കെ, ഫാഗോസൈറ്റോസിസ് അത് ആരുടെ ഫംഗ്ഷനാ? നോൺ മെഡിക്കേറ്റർ IUD. ഗുഡ്. ആരുടെ ഫംഗ്ഷൻ നോക്കലെ? നോൺ മെഡിക്കേറ്റർ IUD. നോൺ മെഡിക്കേറ്റർ IUD ആരായിരുന്നു? ഓർമ്മയുണ്ടോ? ലീപ്പസ് ലൂപ്പ്. നോൺ മെഡിക്കേറ്റർ IUD ആയിരുന്നു ലീപ്പസ് ലൂപ്പ്. ആരുടെ ഫംഗ്ഷൻ ആയിരുന്നു? ഇൻക്രീസസ് ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പേം. സോ ഇത് തെറ്റാണ്, അല്ലേ? ഇനി നമുക്ക് അടുത്ത് നോക്കാം. സപ്രസസ് സ്പേം മോട്ടിലിറ്റി. സ്പേമിന്റെ മോട്ടിലിറ്റി കുറയ്ക്കുക, ഫെർട്ടിലൈസിംഗ് കപ്പാസിറ്റി കുറയ്ക്കുക. ഇത് ആരുടെ ഫംഗ്ഷൻ? സത്യത്തില് നമ്മുടെ കോപ്പർ റിലീസിംഗ് IUDയുടെ ഫംഗ്ഷൻ. അപ്പൊ ഇത് കറക്റ്റ് ആണ്. ഇനി നമുക്ക് നോക്കാം. സപ്രസിംഗ് ഫെർട്ടിലൈസിംഗ് കപ്പാസിറ്റി ഓഫ് സ്പേം, അതുമായിട്ട് ഫംഗ്ഷൻ ആണ് ഈ കോപ്പർ റിലീസിംഗ് IUD. കുഞ്ഞുമക്കളെ, നമ്മുടെ
IUDs എന്ന് പറഞ്ഞാൽ ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് നമ്മൾ യൂട്രസിനുള്ളിൽ പ്ലേസ് ചെയ്യുന്ന ഡിവൈസസ് ആണ്. നമ്മൾ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിൽ യൂട്രസിനുള്ളിലേക്ക് പ്ലേസ് ചെയ്യുന്ന കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിൽ ഒന്നാണ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. ഈ ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് ഇതിൽ ഏറ്റവും കൂടുതൽ കപ്പിൾസ് യൂസ് ചെയ്യുന്നത് കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് IUD. IUDയുടെ ക്ലാസിഫിക്കേഷൻ എപ്പോഴും ചോദിക്കുന്നത്, IUDയുടെ ക്ലാസിഫിക്കേഷനിൽ ഏറ്റവും ഫസ്റ്റ് ആയിരുന്നു നോൺ മെഡിക്കേറ്റഡ് IUD. അതിന് എക്സാമ്പിൾ ലിപ്പസ് ലൂപ്പ്, ആളുടെ ഫംഗ്ഷൻ ആയിരുന്നു ഫാഗോസൈറ്റോസിസ്. രണ്ടാമത്തെ ആരെന്നറിയോ? രണ്ടാമത്തെ കോപ്പർ ലീസിംഗ് IUD. നിങ്ങൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നേ കോപ്പർ ലീസിംഗ് IUD വരുന്ന ആളുകളാ. ഒന്ന് നിങ്ങളിപ്പോ പറയുന്നത് കോപ്പർ T, രണ്ടാമത്തെ കോപ്പർ 7, മൂന്നാമത്തെ ആരാ മൾട്ടി ലോഡ് 375. ഇവരൊക്കെ ആരാ? ഇവരൊക്കെ കോപ്പർ ലീസിംഗ് ആയതാണ്. കോപ്പർ ലീസിംഗ് IUDs. ഈ കോപ്പർ ലീസിംഗ് IUDs ആര് റിലീസ് ചെയ്യും? കോപ്പറിനെ റിലീസ് ചെയ്യും. ഈ കോപ്പർ അയോൺസ് എന്ത് ചെയ്യും? സ്പെർമിന്റെ മോട്ടിലിറ്റിനെ സപ്രസ് ചെയ്യും, സ്പെർമിന്റെ ഫെർട്ടിലൈസിംഗ് കപ്പാസിറ്റിനെ സപ്രസ് ചെയ്യും. ഓക്കെ, സപ്രസ് മോട്ടിലിറ്റി ഓഫ് സ്പെർം ആൻഡ് ഫെർട്ടിലൈസിംഗ് കപ്പാസിറ്റി ഓഫ് സ്പെർം. റെഡി ആണല്ലോ? സോ ആൻസർ ഏതാ വരിക? 4 is the right answer. 4 is the right answer. That means both 2 and 3. ഓക്കെ, ഇനി ഒരാളെ കൂടെ പറഞ്ഞു തരട്ടെ. ഹോർമോൺ റിലീസിംഗ് IUD ആരായിരുന്നു? ഹോർമോൺ റിലീസിംഗ് IUD. ഹോർമോൺ റിലീസിംഗ് IUD ആരൊക്കെയാണെന്ന് അറിയോ? പ്രൊജസ്റ്റസേർട്ട് ആൻഡ് LNG20. ഒന്നുകൂടെ പറഞ്ഞു നോക്കിയേ. ഹോർമോൺ റിലീസിംഗ് IUD, പ്രൊജസ്റ്റസേർട്ട് ആൻഡ് LNG20. ഇവരെന്താണ് ചെയ്യുന്നത്? അവിടെ യൂട്രസിൽ എൻഡോമെട്രിയത്തിൽ ഇംപ്ലാന്റേഷൻ നടക്കൂലേ? അവിടെ ഇംപ്ലാന്റേഷൻ നടക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും കളയും. Make uterus unsuitable for implantation and make cervix hostile to the sperm. Cervixine spermന്റെ hostile ആക്കി മാറ്റിക്കളയും. Make cervix hostile to the sperm and make uterus unsuitable for implantation. മനസ്സിലായില്ലേ? അപ്പൊ നോക്കാം അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. റെഡി ആണെങ്കിൽ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മക്കളെ നമുക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ടെസ്റ്റ് ട്യൂബ് ബേബി റെഫേഴ്സ് ടു. ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് അമ്മയുടെ ഇടുന്നു. ഇനി അമ്മ അല്ലെങ്കിൽ നമുക്ക് ആരാണോ ഒരു ഡോണർ ഉണ്ടെങ്കിൽ അയാൾ ഇടുന്നു. ഇനി അച്ഛൻ അല്ലെങ്കിൽ ഒരു ഡോണറിന്റെ അങ്ങനെ ഓവോ സ്പെർമും കലക്ട് ആക്കിയിട്ട് നമ്മൾ ഇതിനെ പുറത്തു കൊണ്ടിട്ട് ഫ്യൂസ് ചെയ്യിക്കുക. ഇൻ വൈവോ ആണ്, ഇൻ വിട്രോ ആണ്. ഇൻ വിട്രോ ദാറ്റ് മീൻസ് ഔട്ട്സൈഡ് ദി ബോഡിയാണ്. ഇൻസൈഡ് ദി ബോഡിയാണ് നമ്മൾ ഇൻ വൈവോ എന്ന് പറയും. ഇത് ബോഡിക്ക് പുറത്താണ്. ഔട്ട്സൈഡ് ദി ബോഡിയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ ഔട്ട്സൈഡ് ദി ബോഡി ഫെർട്ടിലൈസേഷൻ നടക്കുന്ന അതാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. നമ്മുടെ ടെസ്റ്റ് ബേബി പ്രോഗ്രാമിലെ that means അത് ഔട്ട്സൈഡ് ആണ് കാര്യം നടക്കുന്നത്. A baby born in test tube, okay, an ovum made to fertilize in vitro, and then implanted in the uterus, okay, a method of tissue culture, okay, none of them. ഇവിടെ ഇങ്ങനെ പറഞ്ഞാല് ഇത് കംപ്ലീറ്റ് ആയിട്ട് ടെസ്റ്റ് ട്യൂബിനുള്ളിൽ ഗ്രോ ചെയ്യാണോ? തെറ്റാണ്. ഇനി an ovum made to fertilize in vitro and then implanted in the uterus. ഇത് കറക്റ്റ് ആണ്. ഇൻ വിട്രോ ആയിട്ട് നമ്മൾ ഫെർട്ടിലൈസേഷൻ നടത്തിയിട്ട് നമ്മൾ ഇവരെ നേരെ നമ്മുടെ ലബോറട്ടറി കണ്ടീഷനിൽ കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് സ്പെർമും ഓവം തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് അവിടെ സൈഗോട്ട് ഉണ്ടാവും. ഈ സൈഗോട്ടിനെ നമ്മൾ നേരെ ട്രാൻസ്ഫർ ചെയ്യുക. അതാണ് ഇവിടെ പറയുന്നത്. നോക്കിയേ, an ovum made to fertilize in vitro and then implanted in the uterus. So 2 is the right answer. Third statement നോക്കിയേ, method of tissue culture. It's wrong. None of them. So 2 is the right answer. റെഡി അല്ലേ കുഞ്ഞുങ്ങള്? അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാമേ. ഓക്കെ, അടുത്ത നോക്കിയെങ്കിൽ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, നാച്ചുറൽ മെത്തേഡ് ഓഫ് ബർത്ത് കൺട്രോൾ ഇൻക്ലൂഡ്. ഓക്കെ, നാച്ചുറൽ മെത്തേഡ് ഓഫ് ബർത്ത് കൺട്രോൾ എന്ന് പറഞ്ഞാൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. അത് തന്നെ എന്തോന്നാ പറഞ്ഞു നോക്കിയേ, കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. അപ്പൊ നമ്മള് ഇവിടെ നാച്ചുറൽ മെത്തേഡാണ് ചോദിച്ചത്. നാച്ചുറൽ മെത്തേഡിൽ നിങ്ങൾക്ക് അറിയാം ഏതൊക്കെ 3 മെത്തേഡ് ഉണ്ടെന്ന് അറിയാം. ഒന്ന് ഏത്? ഓക്കെ, നമുക്ക് ആദ്യം ഓപ്ഷൻസിലേക്ക് നോക്കാം. അബ്സ്റ്റിനൻസ്. ഓക്കെ, അബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചേക്കുന്നത്? പീരിയോഡിക് അബ്സ്റ്റിനൻസ്. ഓക്കെ, പീരിയോഡിക് അബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? പീരിയോഡിക് അബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഓവുലേഷന്റെ സമയത്ത്, ഒരു ഫീമെയിലിന്റെ ഓവുലേഷന്റെ സമയം ഉണ്ടാവില്ലേ, 14th ഡേ എന്നൊക്കെ നമ്മൾ പറയാറ്. അതിന് 10 to 17 days ആ ഒരു പീരീഡ് തന്നെ നമ്മൾ എടുക്കുക. 10 to 17 days of menstrual cycle നമ്മൾ coitus avoid ചെയ്യും. Avoid coitus at the time of 10 to 17 days of menstrual cycle. Menstrual cycle 10നും 17നും ഇടയിലുള്ള ദിവസത്തിൽ coitus avoid ചെയ്യും. Avoid coitus at the time of 10 to 17 days of menstrual cycle. ആ സമയം നമ്മുടെ ഫെർട്ടൈൽ പീരീഡ് അല്ലേ? ആ സമയത്തല്ലേ ഫെർട്ടിലൈസേഷൻ നടക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. ആ സമയത്ത് കോയിറ്റസ് ഏർപ്പെട്ട ഭാവം ഉണ്ടാവില്ലേ? സോ ആ സമയത്ത് നമ്മൾ കോയിറ്റസ് അവോയ്ഡ് ചെയ്യുക.
അതാണ് പീരിയോഡിക് അബ്സ്റ്റിനൻസ്. ഓക്കെ, പീരിയോഡിക് അബ്സ്റ്റിനൻസ്. ഇനി അടുത്ത കോയിറ്റസ് ഇന്ററപ്റ്റസ്. എന്താ കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്ന് പറഞ്ഞാൽ ഇന്ററപ്ഷൻ തടസ്സം. കോയിറ്റസ് എന്ന സെക്ഷൽ ഇന്റർകോഴ്സ് കോപ്പുലേഷൻ അല്ലടാ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് വരുന്ന വേറെ പേരാ വിഡ്രോവൽ മെത്തേഡ്. എന്തോന്നാ? വിഡ്രോവൽ മെത്തേഡ് അഥവാ കോയിറ്റസ് ഇന്ററപ്റ്റസ്. കോയിറ്റസ് ഇന്ററപ്റ്റസ് വേറെ പേരാ വിഡ്രോവൽ മെത്തേഡ്. ഇങ്ങനെ പറഞ്ഞാൽ എന്താണെന്നറിയും? അതായത് നമ്മള് മെയിൽ പാർട്ട്ണർ സെമൻ റിലീസ് ചെയ്യുന്ന തൊട്ട് മുന്നേ ഫീമെയിൽ വജൈന പെനിസ് വിഡ്രോ ചെയ്യും. വിഡ്രോവൽ ഓഫ് പെനിസ് ഫ്രം ഫീമെയിൽ വജൈന ജസ്റ്റ് ബിഫോർ ഇജാക്കുലേഷൻ. ഇജാക്കുലേഷൻ തൊട്ട് മുന്നേ മെയിൽ പാർട്ട്ണർ ഫീമെയിൽ വജൈന പെനിസ് വിഡ്രോ ചെയ്യുക. ഇതാണ് വിഡ്രോവൽ മെത്തേഡ്. another name coitus interruptus. വിഡ്രോ ചെയ്യുക പെനിസ് അഥവാ കോയിറ്റസ് ഇന്ററപ്റ്റസ്. കോയിറ്റസിന് ഇടയിൽ നമ്മൾ അതിന് തടസ്സം നേരിടുക. ഓക്കെ, കോയിറ്റസ് ഇന്ററപ്റ്റസ് another name വിഡ്രോവൽ മെത്തേഡ്. അടുത്തത് ലാക്ടേഷൻ അമ്നോറിയ. എന്താ ഈ ലാക്ടേഷൻ അമ്നോറിയ നിങ്ങൾക്ക് അറിയും? ലാക്ടേഷൻ സിമ്പിൾ ആണ് കാര്യം. ലാക്ടേഷൻ അമ്നോറിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് ബേബി ഉണ്ടായി. ഓക്കെ, ആ അമ്മക്ക് അടുത്തൊരു 6 മാസം വരെ, തിയററ്റിക്കൽ കോൺസെപ്റ്റ് ആണ്, ഇതൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കേട്ടോ. ഇതിനൊന്നും വലിയ സേഫ്റ്റി ഇല്ല, ഉറപ്പില്ലാത്ത കാര്യങ്ങളാണ്. ഓക്കെ, ആ ഒരു 6 മാസം വരെ ഒരാൾക്ക് വാവുണ്ടായി കഴിഞ്ഞിട്ട് ആ ഒരു 6 മാസം വരെ ആ അമ്മക്ക് ഓവുലേഷൻ ഉണ്ടാവില്ല. ഓക്കെ, ഓവുലേഷൻ ഉണ്ടാവില്ല, മെൻസസ് സൈക്കിൾ ഉണ്ടാവില്ല. ഓവുലേഷൻ ഇല്ലാന്നാണെങ്കിൽ പിന്നെ സ്പേം പോയതുകൊണ്ട് കാര്യമുണ്ടോ? ഓക്കെ, സ്പേം പോയാലും അവിടെ ഓവ ഇല്ലാന്നാണെങ്കിൽ വാവ ഉണ്ടാവോ? ഉണ്ടാവില്ല. സോ അതാണ് ലാക്ടേഷണൽ അമിനോറിയ. നാച്ചുറൽ മെത്തേഡ് ഓഫ് ബർത്ത് കൺട്രോൾ ഇൻക്ലൂഡ് all of this. So 4 is the right answer. മക്കളെ, ഒന്നാമത്തെ പീരിയോഡിക് അബ്സ്റ്റിനൻസ്, കോയിറ്റസ് ഇന്ററപ്റ്റസ്, ലാക്ടേഷൻ അമിനോറിയ, ഇതെല്ലാം നമുക്ക് നാച്ചുറൽ മെത്തേഡിൽ വരുന്നതാണ്. ഓക്കെ, നാച്ചുറൽ മെത്തേഡിൽ വരുന്നതാണ്. ഒന്ന് പീരിയോഡിക് അബ്സ്റ്റിനൻസ്, രണ്ട് കോയിറ്റസ് ഇന്ററപ്റ്റസ്, മൂന്ന് ലാക്ടേഷൻ അമിനോറിയ. സോ നമ്മുടെ ഉത്തരം ഏതാ? ഉത്തരം നാലാമത്താണ്, all of this. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി? ഓക്കെ, റെഡി. നമുക്ക് അടുത്തതിലേക്ക് പോയി നോക്കാം. അടുത്ത നോക്കിയ നിങ്ങൾ ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് റിലേറ്റഡ് ടു STD? STD എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? STD എന്ന് പറഞ്ഞാൽ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. എന്തോന്ന് STD എന്ന് പറഞ്ഞാൽ? സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. അല്ലെങ്കിൽ പുതിയ NCERT എന്താ പറയുന്നത്? STI. അങ്ങനെ പറഞ്ഞാൽ STI എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ നോക്കിയ STI എന്ന് പറഞ്ഞാൽ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്. സെക്ഷുവലി transmitted infections. റെഡിയാണല്ലോ? സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് അഥവാ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. അല്ലെങ്കിൽ വേറെ വിളിക്കുന്ന പേരെന്താ? VD. VD പറഞ്ഞാൽ വെനീറൽ ഡിസീസ്. എന്തോന്നാ നിങ്ങളെ? വെനീറൽ ഡിസീസ്. പറഞ്ഞോളൂ. അടുത്ത വേറൊരു പേരുണ്ട്, റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ. വെനീറൽ ഡിസീസ് അല്ലെങ്കിൽ വേറെ പേര് RTI, റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, വെനീറൽ ഡിസീസ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ്, ഇതൊക്കെ നമുക്ക് പേരിട്ട് വിളിക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് റിലേറ്റഡ് ടു STD? STD യുടെ ബന്ധപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കിയേ. ഒന്നാമത്തെ കാര്യം ഇൻഫെർട്ടിലിറ്റി എന്ന് അവർ പറഞ്ഞു. ഇൻഫെർട്ടിലിറ്റി, സ്റ്റിൽ ബർത്ത്, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, ഓൾ ഓഫ് ദിസ്, ഇതെല്ലാം ഇതിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതാ. ഇൻഫെർട്ടിലിറ്റി, STD ഉണ്ടായി കഴിഞ്ഞാൽ പലപ്പോഴും അവർക്ക് വാവ ഉണ്ടാവാത്തൊരു പ്രശ്നത്തിലേക്ക് പോയേക്കാം. ഇൻഫെർട്ടിലിറ്റി. സ്റ്റിൽ ബർത്ത് എന്ന് പറഞ്ഞാൽ പ്രായം തയ്ക്കാതെ പ്രസവിക്കുക. ഓക്കെ, സ്റ്റിൽ ബർത്ത്. ഓക്കെ, ചാവില്ല, ചത്ത കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വരും. PID എന്ന് പറഞ്ഞാൽ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. ഇത് കൂടാതെ വേറെ കാര്യമാണ് അബോർഷൻ, എക്ടോപിക് പ്രഗ്നൻസി. അബോർട്ടായി പോയിട്ടുണ്ട്. എക്ടോപിക് പ്രഗ്നൻസി അങ്ങനെ കേട്ടിട്ടുണ്ടോ? എക്ടോപിക് പ്രഗ്നൻസി വിളിക്കുന്ന വേറെ പേര് ട്യൂബ് പ്രഗ്നൻസി. നമ്മുടെ ഫലോപ്പിയൻ ട്യൂബില്ലേ, ഫലോപ്പിയൻ ട്യൂബ് ഇങ്ങനെ നിൽക്കല്ലേ, ഈ ഫലോപ്പിയൻ ട്യൂബിൽ തന്നെ എന്താ പറയുക, വാവ വന്നിട്ട് ഇംപ്ലാന്റ് ചെയ്യുക. സാധാരണ ഇംപ്ലാന്റേഷൻ നടക്കുക എൻഡോമെട്രിയത്തിലല്ലേ. ഈ എൻഡോമെട്രിയത്തിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്നതിന് പകരം ഫലോപ്പിയൻ ട്യൂബിൽ തന്നെ ഇംപ്ലാന്റേഷൻ നടക്കും. എന്ന് പറയുന്ന പേര് ട്യൂബ് പ്രഗ്നൻസി. പറഞ്ഞു നോക്കി, ട്യൂബ് പ്രഗ്നൻസി. വേറെ പേര് എക്ടോപിക് പ്രഗ്നൻസി. ഇത്രയും എന്തിന്റെ കോംപ്ലിക്കേഷൻസ്? STDയുടെ കോംപ്ലിക്കേഷനാ. അബോർഷൻ, സ്റ്റിൽ ബർത്ത്, എക്ടോപിക് പ്രഗ്നൻസി, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, ക്യാൻസർ ഓഫ് റീപ്രൊഡക്റ്റീവ് ട്രാക്ട്, ഇൻഫെർട്ടിലിറ്റി. ഇതൊക്കെ ക്യാൻസർ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞില്ല. ക്യാൻസർ, ഇപ്പൊ ഇൻഫെർട്ടിലിറ്റി, ഇതൊക്കെ ആരുടെ ലക്ഷണങ്ങളാണ്? നമ്മുടെ STDയുടെ കോംപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ ആണ്. സോ ഓൾ ഓഫ് ദി അബോവ് ഈസ് ദി റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്മളോട് വീണ്ടും STD എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. STD സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് തന്നെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിസീസ് ഈസ് ആർ നോട്ട് കംപ്ലീറ്റ്ലി ക്യൂറബിൾ?
നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റാത്ത അസുഖത്തിൽ ഏതാണെന്ന് ചോദിച്ചത്. Each of the following disease is not completely curable. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റാത്ത അസുഖങ്ങൾ ഏതൊക്കെയാണ്? ഞാൻ ആദ്യം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റാത്ത അസുഖങ്ങളുടെ പേരെ കൊടുപ്പിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഓപ്ഷൻ നോക്കാം. ഒന്നാമത്തത് എയ്ഡ്സ്. ഏതാ ഒന്നാമത്തെ അസുഖത്തിന്റെ പേര്? എയ്ഡ്സ്. രണ്ടാമത്തേതാ? ഹെപ്പറ്റൈറ്റിസ് ബി. എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് ബി and genital herpes. എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് ജെനൈറ്റൽ ഹെർപ്പീസ്. ഇതാണ് മൂന്ന് അസുഖങ്ങൾ. എയ്ഡ്സ് ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട്, ജെനൈറ്റൽ ഹെർപ്പീസ് ഉണ്ട്. ഇത് മൂന്നും അൺക്യൂറബിൾ STDs ആണ്. നമുക്ക് ട്രീറ്റ് ചെയ്താലും ഒരിക്കലും മാറൂല. അൺക്യൂറബിൾ STDs ആണ് എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് ജെനൈറ്റൽ ഹെർപ്പീസ്. ഇവിടെ നമുക്ക് ഓപ്ഷനിലേക്ക് ഒന്ന് പോകും. ജെനൈറ്റൽ ഹെർപ്പീസ് കറക്റ്റ് ആണ്. HIV ഇൻഫെക്ഷൻ അങ്ങനെ പറയുന്നതാണ് എയ്ഡ്സ്. എയ്ഡ്സ് ഉണ്ടാക്കുന്ന പോസിറ്റീവ് ഏജന്റിന്റെ പേരെന്താ? HIV. AIDS is caused by HIV. That means human immunodeficiency virus. HIV ന്റെ ഫുൾ നെയിം എന്താ? ഹ്യൂമൻ ഇമ്മ്യൂണോഡെഫിഷ്യൻസി വൈറസ്. HIV എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഇമ്മ്യൂണോഡെഫിഷ്യൻസി വൈറസ്. റെഡി അല്ലേ? HIV ഉണ്ടാക്കുന്ന അസുഖത്തിന്റെ പേരെന്താ? എയ്ഡ്സ്. എയ്ഡ്സ് എന്താ? ഹ്യൂമൻ എയ്ഡ്സ് അക്വയർഡ് ഇമ്മ്യൂണോഡെഫിഷ്യൻസി സിൻഡ്രോം. അക്വയർഡ് ഇമ്മ്യൂണോഡെഫിഷ്യൻസി സിൻഡ്രോം ഉണ്ടാക്കുന്ന ആളുടെ പേരെന്താ? HIV. HIV എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഇമ്മ്യൂണോഡെഫിഷ്യൻസി സിൻഡ്രോം. അങ്ങനെയാണോ? ഹ്യൂമൻ ഇമ്മ്യൂണോഡെഫിഷ്യൻസി വൈറസ് ആണ്. അത് HIV എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഇമ്മ്യൂണോഡെഫിഷ്യൻസി വൈറസ്. എയ്ഡ്സ് പറഞ്ഞാൽ അക്വയർഡ് ഇമ്മ്യൂണോഡെഫിഷ്യൻസി സിൻഡ്രോം. അപ്പോൾ എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് ബി, ജെനൈറ്റൽ ഹെർപ്പീസ് ഇത് മൂന്നും അൺക്യൂറബിൾ ആണ്. ക്യൂർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒരിക്കലും നമുക്ക് അസുഖം മാറില്ല. നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. അടുത്തതിലേക്ക് പോവാം. ഓക്കെ, ഇതിന്റെ ആൻസർ ഏതാ വരിക? 3. 3 is the right answer. 3 is the right answer. Okay, ready? The next question. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Which one of the following is the most widely accepted method of contraception in India as at present? Which one of the following is the most widely accepted method of contraception in India? നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആക്സെപ്റ്റ് ചെയ്ത കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഞാൻ ഓൾറെഡി നേരത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു. മോസ്റ്റ് ആക്സെപ്റ്റഡ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് അത് IUDs ആണ്, ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. മോസ്റ്റ് ആക്സെപ്റ്റഡ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് IUDs ആണ്, ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. മോസ്റ്റ് ആക്സെപ്റ്റഡ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ആണ് IUDs. IUDs പറഞ്ഞാൽ ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. Okay, which of the following is not a sexually transmitted disease? ഇത് കുഞ്ഞുങ്ങളെ STDs അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചത്. അപ്പൊ STDs ഏതൊക്കെയാണ് നമുക്ക് ഏകദേശം ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ അതല്ലാത്തതെന്ന് പറയാം. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്ന STDs അല്ലാത്ത ആരാണെന്ന് ചോദിച്ചാൽ ഇസ് നോട്ട് എ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. അപ്പൊ STDs ആരൊക്കെയാ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് എയ്ഡ്സ്, അക്വയർഡ് ഇമ്മ്യൂണോഡെഫിഷ്യൻസി സിൻഡ്രോം. ഓക്കെ, നമുക്ക് നോക്കാം സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഏതൊക്കെയാ നോക്കാം. ഒന്നാമത് എയ്ഡ്സ്, അക്വയർഡ് ഇമ്മ്യൂണോഡെഫിഷ്യൻസി സിൻഡ്രോം. അക്വയർഡ് ഇമ്മ്യൂണോഡെഫിഷ്യൻസി സിൻഡ്രോം. അടുത്താണ് ഹെപ്പറ്റൈറ്റിസ് ബി. ഹെപ്പറ്റൈറ്റിസ് ബി, എയ്ഡ്സ് ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട്, എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് ബി. ഇനി അടുത്താരാ? ഓക്കെ, നൈസീരിയ ഗുണേറിയ ഉണ്ടാക്കുന്ന ഗുണേറിയ. ഗുണേറിയ, എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് ബി, എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഗുണേറിയ. പിന്നെ വേറെ ഏത് അസുഖങ്ങളെ കുറിച്ച് അറിയോ? നമുക്ക് നോക്കാം. അടുത്തത് ഹെപ്പറ്റൈറ്റിസ് ബി, ഗുണേറിയ. ഏതാണ്? യാ ഗുഡ്, നൈസീരിയ ഗുണേറിയ ഉണ്ടാക്കുന്ന ഗുണേറിയ. സിഫിലിസ് ആരുണ്ടാക്കുന്ന? സിഫിലിസ്, ട്രിപ്പോണിമ പാലിഡം. ഗുഡ്, ട്രിപ്പോണിമ പാലിഡം. കാരണം ഇതുണ്ടാക്കുന്ന സിഫിലിസ്. സിഫിലിസ് കോസ്ഡ് ബൈ ട്രിപ്പോണിമ പാലിഡം. എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഗുണേറിയ, സിഫിലിസ്. ഓക്കെ, 4 എണ്ണങ്ങൾ. ഇനിയും അസുഖങ്ങളുണ്ട്. ജനറൽ ഹെർപ്പീസ്, ജനറൽ വാർഡ്സ്, ക്ലമീഡിയാസിസ്, ട്രൈക്കോമോണിയാസിസ്. നമുക്ക് എഴുതി നോക്കാം. Chlamydiasis, trichomoniasis, chlamydiasis, trichomoniasis. പിന്നെ general herpes, general warts. General herpes, general warts, chlamydiasis, trichomoniasis, AIDS, hepatitis B, gonorrhea, syphilis. ഇതൊക്കെയാണ് മക്കളെ. ഇതൊക്കെ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. അവരോട് ചോദിച്ചാൽ നോട്ട് എ സെക്ഷുവലി ആണ്.
സിഫിലിസ് നമ്മുടെ കണക്ക് പ്രകാരം സിഫിലിസ് ഉണ്ടല്ലോ, സിഫിലിസ്. അക്വൈഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, എയ്ഡ്സ് ഉണ്ടല്ലോ, എയ്ഡ്സും ഉണ്ട്. ട്രൈക്കോമോണിയാസിസ് നമ്മുടെ കണക്കിലുണ്ടല്ലോ, ട്രൈക്കോമോണിയാസിസ്. എൻസഫലൈറ്റിസ് നമ്മുടെ കണക്കിലുണ്ടോ? ഇല്ല. എൻസഫലൈറ്റിസ് എന്ന് പറയുന്നത് അത് എന്തോന്നാണ് സത്യത്തില്? അതൊരു പക്ക itis means inflammation ആണ്. ഓക്കെ, എൻസഫലൈറ്റിസ്, സെറിബ്രൽ എൻസഫലൈറ്റിസ് എന്ന് കേട്ടിട്ടില്ലേ? ഇൻഫ്ലമേഷൻ ആണ്. പക്ഷെ സിഫിലിസും എയ്ഡ്സും ട്രൈക്കോമോണിയാസ് ഒക്കെ ആരാ? STD, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. ഇവിടെയാണ് STDs. STDs പറഞ്ഞാൽ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. ഇനിയായിട്ട് നോക്കാം. मतलब നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A childless couple can be assisted a child through a technique called gift. The full form of this technique is, അതായത് വാവ ഉണ്ടാവാത്ത അമ്മമാരില്, അവർക്ക് ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത ആളുകളില് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അവരിലേക്ക് നമ്മൾ ഓവത്തിന് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അവർക്ക് അങ്ങനെ ഒരു ടെക്നിക്കിന് നമ്മൾ പറയുന്ന പേര് എന്താ? ഗിഫ്റ്റ് എന്നാണ്. ആ ഗിഫ്റ്റിന്റെ എക്സ്പാൻഡഡ് ഫോം എന്താ ചോദിച്ചത്? ഗിഫ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാമേറ്റ് ഇൻസെമിനേറ്റഡ്, ഇത് തെറ്റാണ്. ഗ്യാമേറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ, ഇത് റൈറ്റ് ആൻസർ ആണ്. ഗ്യാമേറ്റ് ഇന്റേണൽ തെറ്റാണ്. ഗ്യാമേറ്റ് സെൽ തെർമൽ തെറ്റാണ്. Gamete intra-fallopian transfer. 2 is the right answer. Gamete intra-fallopian transfer. എന്തുകൊണ്ടാ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ gamete intra-fallopian transfer. അതാണ് ഗിഫ്റ്റിന്റെ എക്സ്പാൻഡഡ് ഫോം. Gamete intra-fallopian transfer അതാണ് ഗിഫ്റ്റ്. ഗിഫ്റ്റ് gamete intra-fallopian transfer. റെഡി ആണല്ലോ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. In context of amniocentesis, which of the following statement is incorrect? അമ്നിയോസിസ് നിങ്ങൾക്ക് അറിയാം, അമ്മയുടെ നമ്മൾ ആംനിയോട്ടിക് ഫ്ലൂയിഡ് കളക്ട് ചെയ്തിട്ട് നമ്മൾ ക്രോമോസോമൽ അബ്നോർമാലിറ്റി എന്തെങ്കിലും ഉണ്ടോ ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രിനേറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ. പ്രിനേറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ നമുക്ക് കുഞ്ഞാവ ഉള്ളിലിരിക്കുന്ന സമയത്ത് അതിന്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡിറ്റക്ഷൻ ഓഫ് ഡൗൺ സിൻഡ്രോം. ഡൗൺ സിൻഡ്രോം നോക്കാൻ വേണ്ടി നമുക്ക് ഇത് ഉപയോഗിക്കാം. ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡിറ്റക്ഷൻ ഓഫ് ക്ലഫ്റ്റ് പാലറ്റ്. ഈ ക്ലഫ്റ്റ് പാലറ്റിനൊന്നും ഇത് പറ്റില്ല കേട്ടോ. It is used for prenatal sex determination ശരിയാണ്. It can be used for detection of Down syndrome ശരിയാണ്. It is usually done when a woman in between 14 to 16 weeks of pregnant. ഇതും ശരിയാണ്. സോ നമ്മൾ ക്ലെഫ്റ്റ് ലിപ്പ്, ക്ലെഫ്റ്റ് പാലറ്റ് ഇതൊന്നും നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ക്രോമോസോമൽ അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റൂ. ഡൗൺ സിൻഡ്രോം, ക്ലിൻഫെൽട്ടേഴ്സ്, ലേണേഴ്സ് അങ്ങനെയൊക്കെയുള്ള കേസിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. ആംനിയോസെന്റസിസ്. ഓക്കെ, കറക്റ്റ് പറഞ്ഞാൽ പ്രിനേറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ ഇത് കറക്റ്റ് ആംനിയോസെന്റസിന്റെ ഒരു റോൾ അല്ല, അതിലൂടെ പറ്റുന്നതാണ്. അത് സത്യത്തിൽ മിസ്യൂസ് ചെയ്യാൻ ആ രീതിയിൽ. ഓക്കെ, സോ 3 is the right answer. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. which of the following is incorrect regarding vasectomy? മക്കളെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാസെക്ടമിയിൽ തെറ്റായിട്ടുള്ളത്. which of the following is incorrect regarding vasectomy? വാസെക്ടമിയിൽ തെറ്റ് എന്താ? no sperm occur in seminal fluid. ഓക്കെ, വാസെക്ടമി വാസ് ഡിഫറൻസ് കട്ട് ചെയ്തു. അപ്പൊ അതിൽ ഇൻകറക്റ്റ് എന്താ? no sperm occur in seminal fluid. No sperm occur in epididymis. Vasa efferentia is cut and tied. Irreversible sterility. കുഞ്ഞുങ്ങൾ നമ്മളോട് ചോദിച്ച ഇൻകറക്റ്റ് ആണ്. ഓക്കെ, നമുക്കറിയാം സെമിനൽ ഫ്ലൂയിഡിൽ എന്തില്ല? സ്പെർം ഇല്ല. നോ സ്പെർം occur in epididymis. ഓക്കെ, എപ്പിഡിഡിമിസിൽ സ്പെർം ഉണ്ടാവും. ഓക്കെ, അങ്ങടേക്ക് വരാത്തല്ലേ? ഇത് തെറ്റാണ്. വാസ ഡിഫറൻഷ്യ is cut and tied ശരിയാണ്. ഇർറിവേഴ്സിബിൾ ആണ്. ഓക്കെ, നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. ഇത് ശരിയാണ്. No sperm occur in epididymis. Epididymisle sperm ഉണ്ടാവും അല്ലേ? ഇങ്ങോട്ട് കയറി വരുന്നില്ലാന്നേ, അത് തെറ്റാണ്. സോ 2 is the right answer. വാസ്റ്റ് ഡിഫറൻസ് ആണ് കട്ട് ചെയ്തത്. നമ്മള് എപ്പിഡിഡിമിസ് അല്ല കട്ട് ചെയ്തത്. എല്ലാം മക്കളെ വാസ്റ്റ് ഡിഫറൻസ് ആണ് കട്ട് ചെയ്തത്. വാസ്റ്റ് ഡിഫറൻസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ടെസ്റ്റിസ് ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ പോവാണ്. ഓക്കെ, അങ്ങനെ വാസ്റ്റ് ഡിഫറൻസ് ആണ് നമ്മൾ കട്ട് ചെയ്തത്. ഇവിടെ നിന്നുള്ള എപ്പിഡിഡിമിസ് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. സോ എപ്പിഡിഡിമിസിൽ സ്പെർം ഉണ്ടാവും. സോ 2 is the right answer. Right answer is 2 is the right answer. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് എന്റെ മുന്നിൽ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ ഹോർമോൺ റിലീസിംഗ് IUD? നിങ്ങൾക്ക് അറിയാം IUDസിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻട്രാ യൂട്രൈൻ ഡിവൈസസിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇവിടെ ഏതാണ് ഹോർമോൺ റിലീസിംഗ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് ആണ്. ഹോർമോൺ റിലീസിംഗ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് ഏതൊക്കെയാണ് നിങ്ങൾ നേരത്തെ പഠിച്ച? പ്രൊജസ്റ്റോസെർട്ടൻ LNG20. പ്രൊജസ്റ്റോസെർട്ടൻ ഇവിടെ ഉണ്ടോ എന്നുള്ള ഓപ്ഷൻ നോക്കി ഇല്ല മുമ്പിൽ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? വേറെ രണ്ടാമത് LNG20 നോക്കണം. ഇവിടെ നമ്മൾ ഫസ്റ്റത്തിനെ കാണുന്ന മൂപ്പരെയാണ്. അപ്പൊ നമ്മൾ ടിക്ക് ഒക്കെ ഇട്ടു. ആരത്? LNG20 അല്ലേ? ആരാ മൂപ്പര്? ആരാ LNG20? നിങ്ങൾ നോക്കിയേ, LNG20 മൂപ്പര് ആരാണ്? ഹോർമോൺ റിലീസിംഗ് IUD ആണ്. ഹോർമോൺ റിലീസിംഗ് IUD ആണ് LNG20 എവിടെ? മൾട്ടിലോഡ് 375, ലിപ്പസ് ലൂപ്പ്, കോപ്പർ 7. ഇവരൊക്കെ ആരാ? ലിപ്പസ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ആരാ? ലിപ്പസ് ലൂപ്പ് ആരാ?
നോൺ മെഡിക്കേറ്റഡ് ആണ്, നോൺ മെഡിക്കേറ്റഡ് ആണ് ലിപ്പസ് ലൂപ്പ്. റെഡി? കോപ്പർ ടി കോപ്പർ 7 ഒക്കെയോ? കോപ്പർ ടി കോപ്പർ 7 മൾട്ടി ലോഡ് 375. കോപ്പർ ടി കോപ്പർ 7 മൾട്ടി ലോഡ് 375. ഇവരൊക്കെ കോപ്പർ ലീസിംഗ് ആണ്, കോപ്പർ ലീസിംഗ്. ഇയാളും കോപ്പർ ലീസിംഗ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ഏതാ? LNG20 ആണ്. ഓക്കെ, ഹോർമോൺ റിലീസിംഗ് ആയി കൂടി വന്ന LNG20. രണ്ടാമത് ഒരാളും കൂടെ എന്തോന്നാ? പ്രൊജസ്റ്റസേർട്ട്. LNG20 ഉണ്ട്, പ്രൊജസ്റ്റസേർട്ട് ഉണ്ട്. ഇവര് രണ്ടുപേരാണ് ഹോർമോൺ റിലീസിംഗ് ആയി കൂടി. ഇപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോയി നോക്കാം മക്കളെ. ഓക്കെ, നിങ്ങൾ ഓക്കെയാണ്, അപ്പൊ നമ്മൾ ഓക്കെയാണ്. അപ്പൊ നമ്മൾ പോവാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ പഠിച്ചോ. In case of a couple where the male is having a very low sperm count, ആണിന് sperm count കുറവാണ്, which technique will be suitable for fertilization? ഇതിൽ താഴെ പറയുന്നത് ഏത് മെത്തേഡ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഒന്നാമത് പറഞ്ഞ ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ. ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ എന്ന IUT, ഇത് നമ്മൾ സൈക്കോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡാണ്. ഓക്കെ, മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയസ് ഉണ്ടെങ്കിൽ നമ്മൾ ആളുടെ നേരെ എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും? യൂട്രസിലേക്ക്. അതാണ് ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ. ഇത് തെറ്റാട്ടോ. ഗാമേറ്റ് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് ഫലോപ്പിയൻ ട്രാൻസ്ഫർ, അങ്ങനൊരു സാധനം ഇല്ല. ഓക്കെ, അത് പോട്ടെ. ഓക്കെ, ഇനി അടുത്തത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ഇതാണ് ശരി. എന്റെ കുഞ്ഞുങ്ങൾ, നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ വഴിയാണ് അങ്ങനെയുള്ള ആളുകൾക്ക് പാപമുണ്ടാവുന്നത്. കപ്പിൾ, കേസ് ഓഫ് എ കപ്പിൾ where the male is having very low sperm count, which technique will be suitable for fertilization? ഏതാ ആൻസർ വരിക? ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. സോ 3 is the right answer. ഏതാ മക്കളെ? 3 ആണ് റൈറ്റ് ആൻസർ. നമുക്ക് ഇനി അടുത്തതിലേക്ക് പോവേ. അടുത്ത നോക്കി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദി ഫംഗ്ഷൻ ഓഫ് കോപ്പർ അയോൺ ഇൻ കോപ്പർ ലീസിംഗ് അയോഡിൻ. നമ്മൾ നേരത്തെ പറഞ്ഞാണ് കോപ്പറിന്റെ ഫംഗ്ഷൻ ചോദിച്ചു. കോപ്പർ ലീസിംഗ് അയോഡിൻ ഈ റിലീസ് ചെയ്യുന്ന കോപ്പർ എന്താ ചെയ്യുന്നത്? സപ്രസ് സ്പെർം മോഡിലിറ്റി ആൻഡ് ഫെർട്ടിലൈസിംഗ് കപ്പാസിറ്റി ഓഫ് സ്പെർം. നേരത്തെ നമ്മൾ പറഞ്ഞിട്ട് ഇതാണ് ശരി. ഇവര് സ്പെർമിന്റെ മോഡിലിറ്റി കുറയ്ക്കും, ഫെർട്ടിലൈസിംഗ് കപ്പാസിറ്റി കുറയ്ക്കും. സോ ഇത് ശരിയാണ്. ഇൻഹിബിറ്റ് ഗാമറ്റോജൻസ്. അയ്യോ, അങ്ങനൊന്നും ചെയ്യുന്നില്ല മൂപ്പര്. പിന്നെ they make uterus unsuitable for implantation. Make uterus unsuitable for implantation. ആരുടെ ഫംഗ്ഷനാ? make uterus unsuitable for implantation. അറിയോ നിങ്ങൾക്ക്? പറഞ്ഞോ. ഇത് നമ്മുടെ ഹോർമോൺ റിലീസിംഗ് അയോഡിന്റെ ഫംഗ്ഷനാ. ഇൻഹിബിറ്റ് ഓവുലേഷൻ. ഓവുലേഷൻ നമ്മുടെ പിൽസിന്റെ ഒക്കെ ഫംഗ്ഷനാ. ഓക്കെ, കോൺട്രാസെപ്റ്റീവ് പിൽസിന്റെ ഫംഗ്ഷനാ. സോ 1 is the right answer. നമ്മുടെ ആൻസർ ഏതാ? 1 is the right answer. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. നോക്കിക്കെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എമർജൻസി കോൺട്രാസെപ്ഷൻ. Emergency contraception is administering any of the following within 72 hours of unprotected sexual activity except. ഒരു പറഞ്ഞേക്കുന്നത് emergency contraception is administering any of the following within 72 hours of unprotected sexual activity except. നമുക്കില്ലേ ഒരു unprotected sexual intercourse നടന്നു 72 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഇതിൽ എന്തൊക്കെയോ ചെയ്യാൻ പറ്റും, ഏതൊക്കെയോ ചെയ്യാൻ പറ്റാത്തത്, അത് ഏതൊക്കെ പറ്റാത്തതെന്ന് ചോദിച്ചാൽ കോമ്പിനേഷൻ പില്ല് കൊടുക്കാം. ഈസ്ട്രോജൻ പ്ലസ് പ്രൊജസ്ട്രോൺ കോമ്പിനേഷൻ പില്ല് കൊടുക്കാം. ഓക്കെ, നമുക്ക് പ്രഗ്നൻസി ഒഴിവാക്കണം 72 മണിക്കൂറിനുള്ളിൽ നമുക്ക് ചെയ്യാം. ഇനി IUD ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് പ്ലേസ് ചെയ്യാം. ശരിയാണ്. ലാർജ് എമൗണ്ട് ഓഫ് പ്രൊജസ്ട്രോൺ കൊടുക്കുക. പ്രൊജസ്ട്രോൺ വളരെ കൂടിയ എമൗണ്ട് കുത്തിവെക്കാം. ലാർജ് എമൗണ്ട് ഓഫ് ഈസ്ട്രോജൻ. ഇങ്ങനെ ഒരു കാര്യമില്ല. ഈസ്ട്രോജൻ കുറെ കൊടുത്തു എന്ന് വെച്ചിട്ട് അവിടെ വേറെ സംഭവിക്കാനൊന്നുമില്ല. സോ നമ്മൾ 72 മണിക്കൂറിനുള്ളിൽ നമുക്ക് മനസ്സിലായി അങ്ങനെ ഒരു ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുണ്ട്. പുറത്ത് കളയാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ലാർജ് എമൗണ്ട് ഓഫ് ഈസ്ട്രോജൻ കൊടുത്തോണ്ട് ഒരു കാര്യമില്ല, ബാക്കി എന്തും ചെയ്യാം. ഓക്കെ ആണല്ലോ? ഓക്കെ, റെഡി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Periodic abstinence is a natural method of contraception. Periodic abstinence is a natural method of contraception where the couples avoid or abstain from coitus during the period of the menstrual cycle. Periodic abstinence is a natural method of contraception where the couples avoid or abstain from coitus during the period of the menstrual cycle when there is menstrual flow. ആ സമയത്താണോ നമ്മൾ coitus avoid ചെയ്യേണ്ടത്? അല്ല. The ovulation is most likely to occur. എപ്പോഴാണോ ഓവുലേഷൻ നടക്കാൻ പോകുന്നത് ആ സമയത്താണ് നമ്മൾ coitus avoid ചെയ്യേണ്ടത്. So 2 is the right answer. Corpus luteum is most active. അല്ല. The proliferation phase begins ഇപ്പോഴല്ല. Ovulation is most likely to occur. എപ്പോഴാണോ ഓവുലേഷൻ നടക്കാൻ പോകുന്നത് ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്. എപ്പോഴാണോ ഓവുലേഷൻ നടക്കാൻ പോകുന്നത് ആ സമയത്ത് നമ്മൾ സെക്ഷൽ ഇന്റർകോഴ്സ് coitus ovulation avoid ചെയ്യണം. എപ്പോഴാണോ ഓവുലേഷൻ നടക്കാൻ പോകുന്നത് അതിന് തൊട്ട് മുന്നേ നമ്മൾ ഇത് അവോയ്ഡ് ചെയ്യുക. ഓക്കെ, സോറി, എപ്പോഴാണോ ഓവുലേഷൻ നടക്കാൻ പോകുന്നത് അതിന് തൊട്ട് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക? കോയിറ്റസ് അഥവാ കോപ്പുലേഷൻ അവോയ്ഡ് ചെയ്യുക. റെഡി ആണല്ലോ? ഇനി നമുക്ക് അടുത്തതിലേക്ക് ഒന്ന് പോയി നോക്കാം. കുഞ്ഞുങ്ങളെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസ്ഫർ ഓഫ് an ovum collected from a donor into the fallopian tube of another female is called. നമ്മൾ കുറെ നേരമായിട്ട് ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്.
ഒരു ഓവർ നമ്മൾ കലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു ഡോണറിൽ നിന്ന് അത് നമ്മൾ വേറൊരു റെസിപ്പിന്റെ ഫലോപ്പിൻ ട്യൂബിലേക്ക് കൊടുക്കുകയാണ്. ഒരു ഗ്യാമേറ്റാണ് കൊടുക്കുന്നത്. ഗ്യാമേറ്റ് ഡയറക്റ്റ് കൊടുക്കണം. അത് IVF ചെയ്തിട്ടല്ല കൊടുക്കുന്നത്, ഡയറക്റ്റ് കൊടുക്കുകയാണ്. സോ ആ മെത്തേഡിന് ഒരു പേരേ ഉള്ളൂ, അതിന്റെ പേര് ഗിഫ്റ്റ് എന്ന്. ഗ്യാമേറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. സോ ഇതാണ് റൈറ്റ് ആൻസർ. 2 is the right answer. ഗ്യാമേറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ, ഗിഫ്റ്റ്. ഗ്യാമേറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ അങ്ങനെ പറഞ്ഞാൽ ഗിഫ്റ്റ്. ഗിഫ്റ്റ് ആണ് റൈറ്റ് ആൻസർ. ഗ്യാമേറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ, ഗ്യാമേറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ, ഗിഫ്റ്റ്. ഗിഫ്റ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ഇവിടെ നമ്മളോട് ചോദിച്ചെന്താ, in test tube baby procedure, test tube baby നമ്മൾ പറഞ്ഞ in vitro fertilization ആണ്. Fertilization is in vitro, correct ആണ്. But embryo development is in vivo. ശരിയാണ്. നമ്മൾ ആദ്യം തന്നെ sperm ഓവർ എടുത്തു, നമ്മൾ തന്നെ ലബോറട്ടറി കണ്ടീഷൻ വെച്ച് നമ്മൾ അതിനെ ഫ്യൂസ് ചെയ്തു. That means fertilization നടന്നിരിക്കുന്നത് in vitro ആയിട്ടാണ്. പക്ഷേ ഈ in vitro ആയിട്ട് fertilization നടന്നു കഴിഞ്ഞിട്ട് അത് 2 cell 4 cell 8 cell ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. up to 8 cell stage ആണെങ്കിൽ നമ്മൾ ഇയാളെ എവിടത്തേക്ക് മാറ്റും? up to 8 cell stage ആണെങ്കിൽ ഫലോപ്പിയൻ ട്യൂബിലേക്ക്. അതിന്റെ പേരാണ് സ്വിഫ്റ്റ്, സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ up to 8 cell ആണെങ്കിൽ. മോർ ദാൻ 8 cell സ്റ്റേജ് ആണെങ്കിലോ അവർ നമ്മൾ എവിടത്തേക്ക് മാറ്റി? യൂട്രസിലേക്ക്. അതിന്റെ പേര് ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ. ഓക്കെ, IUT, ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ. അപ്പൊ നമ്മൾ എംബ്രിയോനെ പിന്നീട് ട്രാൻസ്ഫർ ചെയ്യും. അത് നമ്മൾ ഫെർട്ടിലൈസേഷൻ നടത്തും. ഫെർട്ടിലൈസേഷൻ നടത്തിയിട്ട് കിട്ടിയിരിക്കുന്ന പ്രൊഡക്റ്റില് അവരെ നമ്മൾ ആ എംബ്രിയോനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, so fertilization is in vitro but embryo development is in vivo. This is right answer. So 1 is the right answer. Ready? The next question like നമുക്ക് പോയി നോക്കാം. Okay, ready? ART stands for, എന്താണ് ART represent ചെയ്യുന്നത്? നമുക്കറിയാം, ഇത് ക്വസ്റ്റ്യൻ ഇൻഫെർട്ടിലിറ്റി തന്നെയാണ്. ART എന്ന അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി. ART യുടെ ഫുൾ നെയിം എന്താ? അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി. ഓപ്ഷൻ ഇത് ഫസ്റ്റ് തന്നെ കിടക്കുന്നത് ആർട്ടിഫിഷ്യൽ. പലപ്പോഴും നമ്മൾ എഴുതി പോകും, അല്ല ഓഗ്മെന്റഡ്, അല്ല അനോമലസ്, അല്ല അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി. 1 is the right answer. എന്തായിരുന്നു? അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി, ART. ART means assisted reproductive technology. റെഡിയാണല്ലോ? assisted reproductive technology, ART എന്ന് പറഞ്ഞാൽ assisted reproductive technology, ART. ഇനി അടുത്ത്, identify the incorrect statement regarding the surgical birth control method. സർജിക്കൽ ബർത്ത് കൺട്രോൾ മെത്തേഡിൽ തെറ്റായിട്ടുള്ള ഏതാണെന്ന് ചോദിച്ചു. Identify the incorrect statement regarding surgical birth control method. They are also called as sterilization procedure. Okay, ശരിയാണ്. In males vasectomy and in female tubectomy is advised. മെയിലിൽ നമ്മൾ വാസെക്ടമി ആണ് പറയുന്നത്, ഫീമെയിലിൽ ട്യൂബെക്ടമി. മെയിലിൽ വാസ് ഡിഫറൻസ് കട്ട് ചെയ്യാൻ ചെയ്ത വാസെക്ടമി, ഫീമെയിലിൽ ഫലോപ്പിയൻ ട്യൂബാണ് കട്ട് ചെയ്ത ട്യൂബെക്ടമി. They are terminal method to prevent any more pregnancy. Okay, ഇത് ടെർമിനൽ മെത്തേഡാണ്. ബാക്കിയുള്ള പ്രഗ്നൻസി ഇല്ലാതിരിക്കാൻ വേണ്ടി ടെർമിനൽ മെത്തേഡാണ്. They are terminal method to prevent any more pregnancy. Right answer. This method are hugely popular all over the world. ഇത് തെറ്റാണ്. Okay, hugely popular ആയിട്ട് IUDs ആണ്. Okay, ഇന്ത്യയിലും ഏറ്റവും IUDs ആണ്. This method are hugely popular all over the world. തെറ്റാണ്. So they are also called sterilization. ശരിയാണ്. In male vasectomy and in female tubectomy is advised. They are terminal method to prevent any more pregnancy. These 3 are right answer. So 1, 2, 3 are right answer. Ready? The next question like നമുക്ക് പോവാം. കുഞ്ഞുങ്ങൾ, next question ഇതാണ്. Emergency contraceptive method must be employed within. Emergency contraceptive method ആണ്. ഇത് നമ്മൾ എപ്പോഴാ ചെയ്യുക? Emergency contraceptive method must be employed within 72 hours of ovulation, 72 hours of onset of menstrual flow, 72 hours of unprotected coitus. 72 മണിക്കൂർ. Okay, 72 hours of unprotected coitus. ഇതേ കുഞ്ഞുങ്ങളെ നമ്മൾ പ്രൊട്ടക്ഷൻ ഇല്ലാതെ കോയിറ്റസിൽ ഏർപ്പെട്ടു, അതിന് 72 മണിക്കൂറിനുള്ളിൽ 72 hours of unprotected coitus. So 3 is the right answer. Emergency contraceptive method must be employed within 72 hours of unprotected coitus. So 3 is the right answer. The next question. The ideal contraceptive for female who want to delay pregnancy or space children. Ideal contraceptive for female who want to delay pregnancy. നമ്മൾ ഒരാൾക്ക് പ്രഗ്നൻസി ഡിലേ ചെയ്യിക്കണം, അല്ലെങ്കിൽ സ്പേസ്, രണ്ട് കുട്ടികൾക്കിടയിൽ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് ഏതാണ്? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് ആണ്. വേരിയർ അല്ല, പീരിയോഡിക് അബ്സ്റ്റൻസ് അല്ല, IUD, ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. This is the ideal contraceptive for female who want to delay pregnancy or space children.
So 3 is the right answer. 3 is the right answer. Ready? 3 is the right answer. 3 is the right answer. The next question like next question is lactation amenorrhea. Lactation amenorrhea is a natural method of contraception. Lactation amenorrhea is effective up to maximum period of lactation amenorrhea effective എത്ര സമയം വരേക്കാണ് lactation amenorrhea is effective up to 6 months maximum period of 6 months ഇതൊക്കെ തിയററ്റിക്കൽ കോൺസെപ്റ്റ് ആണ് പ്രാക്ടിക്കലി പങ്കെടുക്കുന്ന ഉണ്ടായിക്കൊള്ളണമെന്ന് അത്രത്തോളം സമയം കിട്ടണമെന്നില്ല ഞാൻ ഒരു കുട്ടി ഉണ്ടായി അടുത്ത കുട്ടിക്ക് ഇടയിൽ ചിലപ്പോൾ നമുക്ക് കറക്റ്റ് അടുത്ത കുട്ടിയുടെ ഇടയിൽ ഓരോ വയസ്സിന് വ്യത്യാസത്തിലേക്ക് ഉണ്ടാവാം അല്ലേ അങ്ങനെയാണെങ്കിൽ അവിടെ 6 months ഒന്നും വ്യത്യാസം വന്നിട്ടില്ല 3 മാസത്തെ വ്യത്യാസം വന്നിട്ടുള്ളൂ lactation amenorrhea is effective up to maximum period of അതാണ് ചോദിച്ചിരിക്കുന്നത് maximum period 6 months വരേക്ക് lactation amenorrhea that means അമ്മ വാവയ്ക്ക് പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ സമയം 6 മാസം വരേക്ക് അമ്മക്ക് വേറെ കുട്ടി ഉണ്ടാവില്ല അതാണ് lactational amenorrhea ഇനി അടുത്തതിലേക്ക് നമുക്ക് പോയി നോക്കാം natural method of contraception work on the principle of natural method of contraception natural method കുറെ പറഞ്ഞല്ലേ a natural method of contraception work on the principle of preventing fertilization preventing implantation preventing ovulation preventing embryo development നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് വായിച്ചപ്പോൾ ഒരു കാര്യം അറിയാം നാച്ചുറൽ മെത്തേഡ് ആണ് നാച്ചുറൽ മെത്തേഡിൽ ഒന്ന് എന്തൊന്നായിരുന്നു നമ്മൾ പറഞ്ഞത് നാച്ചുറൽ മെത്തേഡിൽ മൂന്നെണ്ണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ലാക്ടേഷൻ അമെനോറിയ ആയിരുന്നു ഒന്ന് കോയിറ്റസ് ഇന്റർറപ്റ്റസ് ആണ് മൂന്നാമത്തെ എന്താണ് പീരിയോഡിക് അബ്സ്റ്റിനൻസ് ആയിരുന്നു ഇവിടേക്ക് എന്താണ് പ്രിവെന്റിംഗ് ഫെർട്ടിലൈസേഷൻ ഫെർട്ടിലൈസേഷൻ നടന്നില്ല ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ കാര്യങ്ങൾ പ്രിവെന്റിംഗ് ഫെർട്ടിലൈസേഷൻ സോ 1 is the right answer ഏതാ നിങ്ങളെ 1 is the right answer ഓക്കെ അപ്പൊ നമുക്ക് ഇനി നോക്കാം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ അറിയാനുള്ളത് നമുക്ക് ഇനി ഒരു സ്ലൈഡിലേക്ക് കൂടെ ഒന്ന് പോയി നോക്കാം അപ്പൊ മക്കളെ നമുക്ക് നോക്കാം നിങ്ങളെ അണക്കാതെങ്കിലെ ചില കാര്യങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ പോവാണ് നിങ്ങൾ നോക്കൂ head to start your NEET UG preparation with guidance from top rankers and educators നമ്മുടെ ടോപ്പ് റാങ്കേഴ്സിന്റെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിന്റെ ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് തരാൻ പറ്റുന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് ഇവിടെ നമുക്ക് ഒക്ടോബർ 30-ാം തീയതി ഒക്ടോബർ 30 10 മണി മുതൽ 12 മണി വരെ മോർണിംഗ് ആണ് മോർണിംഗ് 10 മണി മുതൽ 12 മണി വരെ വലിയൊരു സെഷനാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി കൗൺസിലിംഗ് എങ്ങനെ നമുക്ക് നീറ്റിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കൗൺസിലിംഗ് എന്തൊക്കെയാണ് അക്കാഡമിക് പ്ലാനിങ് ഇനി വേറെ കുറെ കാര്യങ്ങൾ ഇതിനെ കുറിച്ചുള്ള ഒരു ഫ്രീ ആയിട്ടുള്ള സെഷനാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എൻറോൾ ചെയ്യാൻ പറ്റും അതിനുവേണ്ടി നിങ്ങൾ യൂസ് ചെയ്ത കോഡ് DRJP14 DRJP14 പറയുന്ന കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ പറ്റും ഓക്കെ റെഡി ദ നെക്സ്റ്റ് വാട്ട് ഈസ് നീഡ് ഫോർ യു ഇതിൽ എന്തൊക്കെ കാര്യങ്ങളില്ല നമുക്ക് അറിയട്ടെ ലെറ്റ്സ് ക്രാക്ക് നീറ്റ് യു ജി ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് സൂപ്പർ ആയിട്ടുള്ള ഒരു കൂടെ എഡ്യൂക്കേറ്റേഴ്സ് ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് അവരുടെ കൂടെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോവാം പിന്നെ മദ്രാസ് ഫ്രം ടോപ്പേഴ്സ് ഓഫ് നീറ്റ് യു ജി ഇതിന്റെ കുഞ്ഞുങ്ങളെ നീറ്റ് യു ജിയിലെ ഏറ്റവും ടോപ്പ് റാങ്ക് ഓൾ ഇന്ത്യ ലെവലിൽ ടോപ്പ് റാങ്ക് വന്നേക്കുന്ന ആളുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എൻറോൾ ആൻഡ് ഗെറ്റ് എ ഫ്രീ കൗൺസിലിംഗ് സെഷൻ നിങ്ങൾ ഇതിൽ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള കൗൺസിലിംഗ് സെഷനും കാര്യങ്ങളൊക്കെ കിട്ടും ഓക്കെ റെഡി നെക്സ്റ്റ് ടോപ്പേഴ്സ് ആൻഡ് എഡ്യൂക്കേറ്റേഴ്സ് ആരൊക്കെ ടോപ്പേഴ്സും ആരൊക്കെ എഡ്യൂക്കേറ്റേഴ്സ് എന്നൊക്കെ അറിയില്ലേ ഓൾ ഇന്ത്യ റാങ്ക് 17-ാം റാങ്ക് കിട്ടിയിരിക്കുന്ന പ്രതാപ് സിംഗ് ഉണ്ട് ദെൻ ഓൾ ഇന്ത്യ നീറ്റ് യു ജി 2019 20-ലായിരുന്നേ 19-ല് 17 കിട്ടിയിരിക്കുന്ന റിതം അഗർവാൾ ഉണ്ട് രണ്ട് ടോപ്പേഴ്സ് പിന്നെ നിങ്ങളോട് ഞാൻ പറയേണ്ടതില്ല നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം നമ്മുടെ ഏറ്റവും ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് അണക്കാലത്തിന്റെ ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേറ്റേഴ്സ് ഡോക്ടർ SK സിംഗ് സർ ദെൻ ഡോക്ടർ ആനന്ദ് മണി സർ ഇവരും കൂടെയാണ് നമ്മുടെ സെഷനിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവാൻ പോകുന്നത് റെഡി ദെൻ നമ്മൾ ഇവിടെ രണ്ട് സെഷനായിട്ട് നമ്മുടെ പ്രോഗ്രാം നടക്കാൻ പോകുന്നത് സെഷൻ 1 ടൈം മാനേജ്മെന്റിനെ കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോഴും എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങളെ ഡൗട്ട് മൊത്തം ക്ലിയർ ചെയ്യാൻ പറ്റും ആനന്ദ് മണി സാറും റിതം അഗർവാളും കൂടെയാണ് ഈ സെഷൻ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ടൈം മാനേജ്മെന്റിനെ കുറിച്ചാണ് ഫസ്റ്റ് സെഷൻ ഇവിടെ ടൈം ടേബിൾ പലരും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നുകയാണ് പ്രോപ്പർ ആയിട്ട് ഒരു ടൈം ടേബിൾ ഇല്ല എന്നുള്ള പ്രശ്നം സോ എങ്ങനെ പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്യാം സബ്ജക്ട് വൈസ് സ്ട്രാറ്റജി ഫോർ ലാസ്റ്റ് ഫ്യൂ മന്ത് അവസാനത്തെ മാസങ്ങളിൽ നിങ്ങൾ എങ്ങനെ സബ്ജക്ട് വൈസ് എങ്ങനെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ഐഡിയ ഉണ്ടായിത്തരും ഡ്രോപ്പ് ഇയർ നിങ്ങൾ ഈ ഒരു വർഷം അതായത് എന്താ പറയുക ഇനി ഡ്രോപ്പ് ചെയ്യാൻ തയ്യാറാവണോ അതല്ല ഈ ഒരു വർഷം ഞാൻ എടുക്കണോ എന്താണ് ആ ഒരു കാര്യത്തിനെ കുറിച്ച് എന്നോട് സംസാരിക്കും ഇനി will I be able to crack NEET if I start from now ഇപ്പൊ നമ്മൾ തുടങ്ങിയാൽ നമുക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും അതിനുവേണ്ടി നമ്മൾ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം ഈ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരും ഹൗ ടു മാനേജ് ബോർഡ്സ് ആൻഡ് നീറ്റ് പാരലി നിങ്ങൾ ബോർഡ് എക്സാം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണോ നിങ്ങൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണോ സോ ഇത് രണ്ടും എങ്ങനെ പാരലി കൊണ്ടുപോകാൻ പറ്റും റെഡി ഈ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മുടെ ഫസ്റ്റ് സെഷനിൽ
നിങ്ങളുടെ അടുത്ത് ആനന്ദമണി സാറും നിതം അഗർവാളും സംസാരിക്കുന്നത്. നമ്മുടെ സെക്കൻഡ് സെഷനിലേക്ക് നമുക്ക് പോയി നോക്കാം. സെക്കൻഡ് സെഷൻ ഇത് അക്കാഡമിക് മാനേജ്മെന്റിനെ കുറിച്ചുള്ള സെഷനാണ്. ഇവിടെ ഏത് ബുക്ക് ഫോളോ ചെയ്യണം? നിങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ഏത് ബുക്കാണ് സാറേ നോക്കേണ്ടത്? ഫിസിക്സിൽ ഏത് നോക്കണം, കെമിസ്ട്രിയിൽ ഏത് നോക്കണം, ബയോളജിയിൽ ഏത് നോക്കണം? ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടാവും ഏത് ബുക്ക് ഫോളോ ചെയ്യണം. ഹൗ ടു മേക്ക് നോട്ട്സ് വിച്ച് വിൽ ഹെൽപ്പ് ലാസ്റ്റ് മിനിറ്റ്, അവസാന സമയം നിങ്ങൾക്ക് ഹെൽപ്പ് ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നോട്ട്സ് എങ്ങനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി ഹൗ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻഡ് MCQ ഹെൽപ്പ്, നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ PYQs then മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഇത് നിങ്ങളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും. then whether to focus on theory or question, നിങ്ങൾ തിയറിയിൽ ഫോക്കസ് ചെയ്യണോ അതോ ക്വസ്റ്റ്യൻസിൽ ഫോക്കസ് ചെയ്യണം, ഈ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഹൗ മെനി ഹവേഴ്സ് ടു സ്റ്റഡി, ഒരു ദിവസം നിങ്ങൾ എത്ര സമയം പഠിക്കണം, ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് അക്കാഡമിക് മാനേജ്മെന്റ് പാർട്ട് സെക്കൻഡ് സെഷൻ. ഓക്കെ, ഇത് SK സിംഗ് സാറും പ്രതാപ് സിംഗും ആയിരിക്കും നിങ്ങൾക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ മക്കളെ, നീറ്റ് UG സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റും. പ്ലസ് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, ഐക്കോണിക് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾ അക്കാദമിയിലേക്ക് വരുമ്പോൾ 12 മന്തിലേക്ക് നിങ്ങൾക്ക് 45% സേവ് ചെയ്യാൻ പറ്റും. മന്ത്ലി 3208 രൂപ, 3208 ഇത്ര കാശ് മാത്രമേ വരുന്നുള്ളൂ. ടോട്ടൽ എമൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വന്നിട്ട് 40,000 ചുവടെ. ഇന്ന് പല സെന്ററുകളിലും നിങ്ങൾക്കറിയാം ഓൺലൈൻ ക്ലാസ്സിന് വലിയ എമൗണ്ട് ആയിരിക്കും. സോ അക്കാദമിയിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിന്റെ നിങ്ങൾക്ക് പഠിക്കാൻ ഏത് സമയം നോക്കിയാൽ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സുകളും ഒപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലസ് ക്ലാസ്സുകളും തന്നുകൊണ്ട് പ്ലസും ഐക്കോണിക് സബ്സ്ക്രിപ്ഷനുമായിട്ട് അക്കാദമി ഇന്നും കൂടെ ഉണ്ടാവും. ഇവിടെ മക്കളെ നിങ്ങൾക്ക് നീറ്റിനെ പ്രിപ്പയർ ചെയ്യാൻ 2022 സ്റ്റുഡൻസിന്, മീൻസ് 2022 നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്ക്, ഡ്രോപ്പേഴ്സിന്, അതുപോലെ തന്നെ മീൻസ് റിപ്പീറ്റേഴ്സ്, അത് കൂടാതെ ഇപ്പൊ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അവർക്കൊക്കെ വരാം. 2023 മീൻസ് ഇപ്പൊ +1 പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്കും അക്കാദമിയിലേക്ക് വരാം. ഓക്കെ, ദെൻ ഇനി നിങ്ങളോട് പറയാനുള്ളത് മക്കളെ, നമ്മൾ പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവും അറിയോ? നിങ്ങൾക്ക് പ്ലസ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേറ്റേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സസ് നിങ്ങളുടെ മുന്നിലുണ്ട്. ലൈവ് ആയിട്ടുള്ള ടെസ്റ്റും ക്വിസസും നിങ്ങളുടെ മുന്നിലുണ്ട്. പിന്നെ ഒരു സ്ട്രക്ചർഡ് കോഴ്സസ് ആൻഡ് PDF എല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. റെഡി? അപ്പൊ നമുക്ക് അടുത്ത ഒരു കാര്യം കൂടെ, അച്ചീവേഴ്സ് ബാച്ച്. ഇത് നീറ്റ് 2022 വേണ്ടിയിട്ടുള്ള ബാച്ചാണ്. നമ്മുടെ 27 ഒക്ടോബർ ഓക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ജസ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഈ ബാച്ച്. ഓക്കെ, നിങ്ങളുടെ ഏറ്റവും നമ്മുടെ അക്കാദമിയിലെ ഏറ്റവും ടോപ്പേഴ്സിന്റെ ബാച്ചാണ് ഇത്. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിന്റെ ഒരു ബാച്ചാണ്. ഓക്കെ, അച്ചീവേഴ്സ് പ്ലസ് എന്നാണ് ബാച്ചിന്റെ പേര്. നെക്സ്റ്റ് ഇതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് DRJP14 പറയുന്ന കോഡ് യൂസ് ചെയ്തുകൊണ്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമൽ കോഴ്സ് ഫീനേക്കാളും 10% ഡിസ്കൗണ്ട് കിട്ടും. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ നോക്കിക്കോളൂ, ആൽഫ ലീഡേഴ്സ് ബാച്ച്. ആൽഫ ലീഡേഴ്സ് ബാച്ച് എന്ന് പറഞ്ഞാൽ നീറ്റ് 2022 വേണ്ടിയിട്ടുള്ള ബാച്ചാണ്. ഓക്കെ, ആശിഷ് ദിവാൻ സർ, രവി പ്രകാശ് സർ, പ്രണവ് പുട്ടാലിക് സാറിന്റെ ക്ലാസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ക്ലാസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇതും ജസ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, റെഡി? നെക്സ്റ്റ് അച്ചീവേഴ്സ് ബാച്ച്. അച്ചീവേഴ്സ് ബാച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റ് 2022 വേണ്ടിയിട്ടുള്ളതാണ്. ഇത് 27 ഒക്ടോബർ സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് പ്രവീൺ ബാംഗ്ല സർ, ദെൻ ഗോൻഗുല സായി, സംഗീത മാം, ദെൻ വിജയകുമാർ കൊണ്ടപ്പള്ളി സർ. ഓക്കെ, ഇവരൊക്കെയാണ് ഈ ക്ലാസ് ലീഡ് ചെയ്യുന്നത്. അപ്പൊ മക്കളെ, ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ അക്കാദമിയിൽ ധൈര്യത്തോട് വന്നോളൂ. ഒപ്പം നമ്മുടെ ഐക്യ ബാച്ചിന്റെ മല്ലൂർ സ്റ്റുഡൻസിന് വേണ്ടി കേരളത്തിലെ നമ്മുടെ മലയാളി കുട്ടികൾക്ക് വേണ്ടിയിട്ട് മലയാളത്തിലുള്ള ക്ലാസ്സുകളുമായിട്ട് അക്കാദമി ഇപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. ഒപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് ബാച്ചിനുള്ളിലും കയറിയിട്ട് ഏത് ക്ലാസ്സും കാണാൻ പറ്റും. എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്, ഏറ്റവും ബെസ്റ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോം നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ മക്കളെ, നിങ്ങൾ തയ്യാറായിക്കോളും, നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.